എൻ്റെ മകൻ്റെ കുട്ടിയാണ്. 20 വർഷമായി ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും മുൻപന്തിയിലാണ് പുള്ളിക്കാരത്തി. പഠനത്തിൻ്റെ കാര്യത്തിലായാലും 10ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചു, 12ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചു. ഞാൻ അവളെ ബസ്സിന് രാവിലെയും വൈകുന്നേരം കൊണ്ടുവിടുമായിരുന്നു. ഇപ്പം ഇവർ നന്നായി നോക്കിയും പെറുക്കിയും വളരെ സന്തോഷമാണ് എനിക്കിപ്പം. എന്നാന്ന് വെച്ചാൽ തന്നെ വരാൻ തുടങ്ങി ബസ്സിന്. വേറെ ഒരു അയലോക്കത്തൊരു വീട്ടിലോ കൊണ്ടിരുത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഇവന് നോക്ക് എന്ന് പറഞ്ഞാലൊന്നും ഈ പിള്ളേരായത് കാരണം ആരും നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഈശോ ചെയ്യുന്ന ഒരു അത്ഭുതം 5 അപ്പവും 2 മീനും 5000ങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ശിഷ്യന്മാർ പറയും 5 അപ്പവും 2 മീനും ഉള്ള ഒരു കുഞ്ഞിവിടെ ഉണ്ട്. വയനാട്ടിൽ അധികമൊന്നും കൈകളിലില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിവെച്ച് അത്ഭുതം സൃഷ്ടിക്കുന്ന കാവൽ മാലാഖമാരുണ്ട്. അവരുടെ കഥയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ എത്തുന്നത്. പ്രധാനപ്പെട്ട വാർത്ത, കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ, ഗാസയിൽ തീമഴ, ഗാസ കത്തുന്നു എന്ന ഇസ്രായേൽ. കൃപാലയ സ്പെഷ്യൽ സ്കൂൾ 2001 ജൂലൈ 2 ആരംഭിച്ച് കേവലം 5 മക്കളെ കൊണ്ട് ആരംഭിച്ച സ്കൂള് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ രജത ജൂബിലി വർഷത്തിലാണ് ഞങ്ങളായിരിക്കുക. ഇന്ന് 139 കുട്ടികൾ ഇവിടെ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഒരു പകർപ്പായിട്ടാണ് ഞങ്ങൾ ഈ മക്കളെ കാണുന്നതുണ്ട്. വിശുദ്ധ കുർബാന ആരാധിക്കപ്പെടുന്നുണ്ട്, അവഹേളിക്കപ്പെടുന്നുണ്ട്, ആരാലും അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ. അവർ അറിയപ്പെടുന്നുണ്ട്, അവർ അവഹേളിക്കപ്പെടുന്നുണ്ട്. ശൂന്യവൽക്കരിക്കപ്പെടുന്ന ആ സ്നേഹം ഞങ്ങൾ ഈ മക്കളിൽ കണ്ടെത്തുകയും ഇവർ എവിടെ ശൂന്യമാകുന്നുവോ അവിടെ ഞങ്ങൾ ഇവരെ എടുത്തുയർത്തുകയാണ്. 1, 2, 3, 4. ബാൻഡ് പ്രാക്ടീസ് നൽകുന്ന ടീച്ചറാണ്. പള്ളിപ്പെരുന്നാളുകൾക്ക് കുട്ടികളുടെ പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ പോകാറുണ്ട്. ബാംഗ്ലൂർ, തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബാൻഡ് സെറ്റിന് പോയിട്ടുണ്ട്. സരിഗമ പദനിസ അങ്ങനെയുള്ള 7 സ്വരങ്ങൾ പഠിപ്പിച്ചിട്ട് ആ സ്വരങ്ങളാണ് ഇതിലൂടെ നമ്മൾ പാട്ടായിട്ട് രൂപപ്പെടുത്തി കുട്ടികൾ ചെയ്യുന്നത്. അതിന് ഒത്തിരിയേറെ പ്രാക്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുട്ടികളെ ചെയ്യാനൊക്കെ ആയിട്ട് പ്രാപ്തരാകുന്നത്. കുട്ടികൾക്ക് എഴുത്തും വായനയും ഒന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിലും നമ്മളിങ്ങനെ പാടി കൊടുത്ത് അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. പള്ളിയിൽ പോകും, ഇവിടെ പഞ്ചായത്തിൽ പരിപാടി ഉണ്ടായാലും അതിനും പോകും. ടീച്ചർ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ നല്ല ക്ഷമയോടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പള്ളി പെരുന്നാളിന് പോകുമ്പം അവിടെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമാണ്. ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളെയും 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റെഡ് ഗ്രൂപ്പ്, ഗ്രീൻ ഗ്രൂപ്പ്, യെല്ലോ ഗ്രൂപ്പ്. ഓരോ ആഴ്ചയിലെയും മുഴുവൻ പ്രവർത്തനങ്ങളും ഓരോ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അസംബ്ലി തുടങ്ങി അന്ന് വൈകുന്നേരത്തെ ദേശീയഗാനം വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ആ ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്നു.
18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിലുള്ളത്. ഇവിടെ ഏപ്രിൽ മേക്കിംഗ്, ബുക്ക് ബൈൻഡിങ്, പേപ്പർ ഗ്ലാസ്, സോപ്പ് പൗഡർ, ലോഷൻ, കൊന്ത ഉണ്ടാക്കൽ, മാല നിർമ്മാണം, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. 60-നോളം അടുത്ത് കുട്ടികൾ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ക്ലാസ്സിൽ മൊത്തം 20 കുട്ടികളാണുള്ളത്. എക്സൽ ഷീറ്റ് വർക്കാണ് ഈ കുട്ടികൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഒരു 3 മാസം കൊണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അവരത് ചെയ്തോളും, ഒരിക്കലും മറന്നു പോവുകയില്ല. എൻ്റെ കൊച്ചിൻ്റെ പേര് ചിന്നു. എല്ലാ കുറവുകളും, അതായത് തലച്ചോറിന് വളർച്ചയില്ലായ്മ, ഹൃദയവത്തിക്ക് ദ്വാരം, നടക്കാൻ വയ്യാത്ത അവസ്ഥ, കണ്ണിന് കാഴ്ചക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു. നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ കൊണ്ട് ചേർത്തു. 6 വർഷം അവിടെ പഠിച്ചെങ്കിലും ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഇങ്ങനെ ഒരു ഭിന്നശേഷി കുഞ്ഞ് എന്നുള്ള നിലയിൽ ഒരു പരിഗണന എൻ്റെ കൊച്ചിന് കിട്ടിയിട്ടില്ല. ഞാൻ ദിവസവും ഞാൻ പോകുമായിരുന്നു, രാവിലെയും വൈകുന്നേരവും പോകും. അങ്ങനെയായിരുന്നു തിരിച്ചു കൊണ്ടിരുന്നത്. തൊട്ടടുത്താണ് സ്കൂളെങ്കിലും അങ്ങനെയായിരുന്നു ഞാൻ വിട്ടിരുന്നത്. 6 വർഷം കൊച്ചിനെ അവിടെ വിട്ടിട്ട് സ്വന്തമായിട്ടൊരു പേരെഴുതാൻ പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ കൊച്ചിന് ഷിബു സാർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, മേരി ചേച്ചിക്ക് പറ്റുമെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കാൻ നോക്ക്, പറ്റുമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് സ്കൂളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെ കൊണ്ട് വിട്ടു. ഇപ്പോൾ എല്ലാം കൊണ്ടും മുൻപന്തിയിലാണ് പുള്ളിക്കാരത്തി. പഠനത്തിൻ്റെ കാര്യത്തിലായാലും 10ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചു, 12ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചു. എൻ്റെ മോള് ധനുഷ. ഞാൻ അവളെ ബസ്സിന് രാവിലെയും വൈകുന്നേരം കൊണ്ടുവിടുമായിരുന്നു. ഇപ്പം ഇവർ നന്നായി നോക്കിയും പെറുക്കിയും വളരെ സന്തോഷമാണ് എനിക്കിപ്പം. എന്നാന്ന് വെച്ചാൽ തന്നെ വരാൻ തുടങ്ങി ബസ്സിന്. എൻ്റെ മകൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇവൻ കാര്യമായ അവൻ്റേതായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവന് തന്നായി കുളിക്കുവാനും അവന് നന്നായി വസ്ത്രം ധരിക്കുവാനും അതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ് അവൻ പഠിച്ചത്. നമുക്കറിയാം, ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വേദനയെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് ഒരു വഴിക്കും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവന് എവിടെയെങ്കിലും വേറെ ഒരു അയലോക്കത്തൊരു വീട്ടിലോ കൊണ്ടിരുത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഇവന് നോക്ക് എന്ന് പറഞ്ഞാലൊന്നും ഈ പിള്ളേരായത് കാരണം ആരും നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ ഇല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ സ്കൂളാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് സ്പെഷ്യൽ സ്കൂളുകളിൽ കൃപാലയ പുൽപ്പള്ളിയിൽ ആരംഭിക്കുകയും പരിസര ശുചീകരണവും ഇങ്ങനെ ഗാർഡനിങ്, പച്ചക്കറി പരിപാലനവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ കുട്ടികളിൽ കൂടുതൽ ആത്മവിശ്വാസം ഒരു യൂണിഫോമിൽ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം ധരിച്ച സംഘടനയായ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ അംഗമായതോടുകൂടി ഈ കുട്ടികൾ മാനസികമായിട്ട് ഒത്തിരി വളരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റു സ്കൂളിലെ കുട്ടികൾ യൂണിഫോം ധരിച്ച് നടക്കുമ്പോൾ ഇവരും അവരോടൊപ്പം അവരോട് ഒരു ഭാഗമായിട്ട് ഇവർക്കും തീരാൻ സാധിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഈ കുട്ടികൾ ഒത്തിരി വളരുകയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞങ്ങൾ ഓരോ ദിവസവും കാണുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിമാനവും ആനന്ദകരമായിട്ടുള്ളത്. നടക്കാൻ വയ്യാതെ ഇവിടെ വരുന്ന കുട്ടി, അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ വന്ന് തെറാപ്പിയുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിശീലനം വഴി സംസാരിക്കാനും നടക്കാനും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം മാതാപിതാക്കൾ കൈവെള്ളയിൽ വാരിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോൾ അതിനുശേഷം തിരിച്ചു വിടുമ്പോൾ അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവരെ നടക്കാൻ തക്കവിധം പ്രാപ്തമാക്കി വിടുമ്പോൾ ഞങ്ങൾക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വളരെയധികമാണ്.
വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.